ഹായ് നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ ഒരു 20 കിലോമീറ്റർ മാറിയിട്ട് മുട്ടം ബേരിക്കെ ബീച്ചിന്റെ അവിടുന്ന് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഇസ്ലാംപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാക്കണം. ഈ കാണുന്ന 5 ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീടും 10 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടി എന്തെങ്കിലും ഇതേപോലെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കാണ് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോളേ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിട്ടത്. മുട്ടം ബേരിക്കെ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ബീച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാൽ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമുക്ക് ബീച്ചൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് മംഗൽപ്പാടിയാണ്, അതുപോലെ താലൂക്ക് വരുന്നത് മഞ്ചേശ്വരത്താണ്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുമ്പളം, കാസർഗോഡ് ജില്ലയിൽ കുമ്പളേന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് അതുപോലെ ഉപ്പളേന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഏതാ മുതൽ സ്ഥലല്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ ബീച്ച് സൈഡിൽ സ്ഥലങ്ങളുണ്ടോ, വീടുണ്ടോ, സ്ഥലമുണ്ടോ, കൊടുക്കാണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടമാനം ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് ബേരിക്കെ ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് അല്ലെ? അതെ, മുട്ടം ബേരിക്കെ ബീച്ചിന്റെ അടുത്ത് ഇസ്ലാംപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ പ്ലോട്ട് ഉള്ളത് കേട്ടോ. ബീച്ച് സൈഡിനോട് ചേർന്ന് ആർക്കെങ്കിലും സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് പരിഗണിക്കാം കേട്ടോ. ഈ ഒരു പ്ലോട്ട്, ഈ റോഡ് ഉണ്ടല്ലെങ്കിൽ ഇത് ഇത് നമുക്ക് കൊച്ചി ടു ഉടുപ്പി വരെയുള്ള തീരദേശ ഹൈവേ പാസ്സായി കിടക്കുന്നതാണ്. അപ്പൊ ഇതിനോട് ചേർന്നിട്ടാണ് നമ്മളെ സ്ഥലവും വരുന്നത് കേട്ടോ. അപ്പൊ ഇനി പോരി നമുക്ക് സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കാണിച്ചിട്ടോ. നമുക്ക് ഇവിടുന്ന് ഈ ബീച്ചിന്റെ 1 മിനിറ്റ് പോലും നമുക്ക് നടക്കാനുള്ള ദൂരമല്ല കേട്ടോ. അത് നോക്കിയാണ് നിങ്ങള് ജസ്റ്റ് ഒന്ന് 2 അടി നടക്കാനുള്ള ദൂരമുള്ള നമ്മളെ സ്ഥലം വരുന്ന അവിടെയാണ് കേട്ടോ. അപ്പൊ ഇനി സ്ഥലത്തിന്റെ ആ ഒരു ഡീറ്റെയിൽ ഈ സ്ഥലങ്ങൾ മൊത്തത്തിൽ കാണിച്ചുതരാം. അടുത്തൊക്കെ വീടുകളൊക്കെ കേട്ടോ, ഒരുപാട് വീടുകളൊക്കെ ആൾത്താമസമൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടോട്ട് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം കേട്ടോ. നമുക്ക് മുട്ടം ടൗണിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരേ ഉള്ളൂ, ഏകദേശം 1/2 കിലോമീറ്ററിന്റെ അത്ര ദൂരേ ഉള്ളൂ. ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കാറോ ജീപ്പോ ഒക്കെ നമുക്ക് വീടിന്റെ മുറ്റത്തോട്ട് ചെല്ലാനുള്ള വഴി സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ അതിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഒരുപാട് ആൾത്താമസമുള്ള ഏരിയ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ വീടുകളുണ്ടല്ലോ. ഞങ്ങള് ഈ ഭാഗത്തോട്ടൊക്കെ നിറയെ വീടുകളുണ്ട്. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശമാണ് കേട്ടോ. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുമ്പളയിലും ഉപ്പളയിലും ആണ് വരുന്നത്. കുമ്പളയ്ക്ക് ഒരു 4 കിലോമീറ്റർ, അതുപോലെ ഉപ്പളയ്ക്ക് ഒരു 4 കിലോമീറ്റർ കേട്ടോ. അപ്പൊ ഇതാക്കണേ, ഈ കാണുന്നതാണ് നമ്മളെ ഇന്നത്തെ സെയിൽ ചെയ്യാനുള്ള നമ്മളെ 10 സെന്റ് സ്ഥലവും വീടെന്ന് പറഞ്ഞിട്ട് നല്ല കിടിലം വീടാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള വീടാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ, നമ്മളെ പ്ലോട്ടൊക്കെ ഫുള്ള് ചുറ്റുഭാഗം മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഫുള്ള് ചുറ്റുഭാഗം ഇതേപോലെ കല്ലുകൾ കെട്ടിയിട്ട് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലം. അലുവാ കഷ്ണം മാറ്റി ഒറ്റ പ്ലോട്ടാണ് കേട്ടോ. ഇതാണ്ടില്ല, അടുത്ത് അയൽവാസികളായിട്ട് ഇങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ചുറ്റുഭാഗത്തും വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇനി നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യമൊക്കെ ഒന്ന് കാണട്ടോ. ഇത് കണ്ടില്ല നിങ്ങള്, വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ സിറ്റ് ഔട്ടൊക്കെ നല്ല അടിപൊളി സിറ്റ് ഔട്ട്, ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഫുള്ള് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ സിറ്റ് ഔട്ടിന്റെ ചുറ്റുഭാഗം ഇതേപോലെ പിടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റീലിന്റെ. അതുപോലെ നിലമൊക്കെ നല്ല രസമുള്ള കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾ എന്താ രസം എന്നറിയോ. സിറ്റ് ഔട്ടൊക്കെ നല്ല ഫുള്ള് നല്ലൊരു കളറുള്ള നല്ല കളർ ടൈല് അല്ലേ, അടിപൊളി കളർ. പിന്നെ ഇതാക്കണേ, ഈ ഒരു ഭാഗത്ത് കണ്ടില്ല നിങ്ങൾ, ഭിത്തിയെ കൂടെ എല്ലാം ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത്. എന്തെങ്കിലും ചെളിയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സുഖമാണ്. നല്ല കളറ്, ഒരു വുഡൻ കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ജനല്, വാതില്, കട്ടില് എല്ലാ സാധനങ്ങളൊക്കെ മരത്തിന്റെ ആയിട്ടില്ല. മെയിൻ ഡോർ ഉണ്ടല്ലോ നിങ്ങള്, ഇതൊക്കെ മരത്തിന്റെ ആയിട്ട് നല്ല സിമ്പിൾ വർക്കായിട്ട് കാണാനും നല്ല രസമുണ്ട്. ഒക്കെ മരം, നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് ഹാളിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ. ഇവിടെ ഒന്ന് വന്നു നോക്കിയാണ് നിങ്ങള്, ഹാളൊക്കെ കണ്ടില്ല, നല്ല നീറ്റായിട്ട് കിടക്കുന്ന വീടാണ്. നല്ല വൃത്തിയുള്ള ഒരു വീട്. എവിടെ ഒരു ചെളിയോ പൊടിയോ കറയോ ഒന്നുമില്ല. ഒരു പാകത്തെ ഒതുങ്ങിയൊരു വീട്. മൊത്തം 5 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഈ ഒരു ഭാഗത്ത് ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരിക്ക് ഇതാക്കണ്, ഫ്രണ്ടിക്ക് ഇവിടേക്ക് ഒരു 4 കള്ളി ജനല്, നമുക്ക് ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടേക്ക് ഒരു 4 കള്ളി ജനല്, വലിയ ജനല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇതാക്കണ്, ഈ ഒരു ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും നമുക്ക് എന്താ വീട്ടിലെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരിക്കാനൊക്കെ പാകത്തിനുള്ള ആ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വീട്, ഒരു ഒതുങ്ങിയ പാകത്തെ വീട്. ഇവിടെ ഒരു ഷെൽഫ് എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ മെയിൻ ഹാള് വരുന്നത് കേട്ടോ. ഇവിടെ വന്ന് നോക്കി, നല്ല വിശാലമായിട്ടുള്ള നല്ല രസമുള്ളൊരു വീട്, ഒരു ഒതുങ്ങിയ പാകത്തെ വീട്. ഭയങ്കര രസമുണ്ട് അല്ലേ, സിമ്പിൾ മോഡലായിട്ട്. ഇവിടെ ഒരു 6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നിലമൊക്കെ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. കണ്ടില്ല നിങ്ങൾ, നല്ല രസമുള്ള ഒരു കളറാണത്. പിന്നെ ഭിത്തി റൂഫ് ഒന്നും എവിടെ ഒരു ലീക്കോ കാര്യങ്ങളൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ നല്ല വൃത്തിക്ക് കിടക്കുന്നതാണ് കേട്ടോ. ഹാളിൽ തന്നെ അവിടെ തന്നെയാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. കണ്ടില്ലേ, സ്റ്റെയറിന്റെ പിടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ സ്റ്റീൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങള്. ഇനി ഇങ്ങോട്ട് വരി, നമുക്ക് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം. നമുക്ക് ആദ്യത്തെ റൂം ഈ ഭാഗത്താണ്, രണ്ടാമത്തെ റൂം ഇവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ റൂം കാണാം. താഴെ നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. അപ്പൊ ഇതാണ് ആദ്യത്തെ റൂം. ഇന്ന് നോക്കിയേ, റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. റൂമിനൊക്കെ ഇതാക്കണം, ഇവിടെ റാക്കൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. പുത്തൻ പുതിയ വീട്, പുതുമണം മാറാത്ത വീട്, അജാതി വീടാണ്. നല്ല നിങ്ങൾ വന്ന് കണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അടുത്ത റൂം കാണിച്ചാൽ അങ്ങോട്ട് വരും. നമുക്ക് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു വീട് സ്ഥലം എടുക്കാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കാൻ ഉണ്ടാവുമല്ലോ. ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാവും. പോലെ ഇംഗ്ലീഷ് ഷിയാബ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളെ രാവിലെ മദ്രസയൊക്കെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് നടക്കാൻ ദൂരത്തിൽ 2 മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. പെരിങ്ങാടി ജുമാ മസ്ജിദ് ആട്ടോ. അപ്പൊ ഇനി അടുത്തതാക്കണം ഇങ്ങോട്ട് വരും. നമുക്ക് അടുത്ത ഇനി ബാക്കി റൂമും കാര്യങ്ങളൊക്കെ മേലെയാണ് വരുന്നത് കേട്ടോ. അതിന് മുന്നേ റാക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. റാക്കൊക്കെ ഉണ്ട്, എല്ലാ റൂമിനും റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വീട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അടുത്തതാക്കണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ അടുക്കളയൊക്കെ വരുന്നത്. അടുക്കള വലിയ അടുക്കളയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, എല്ലാവർക്കും നമ്മൾ എന്താ പറയാ, അത്യാവശ്യം നല്ലോണം നിന്നിരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള പാതകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈലിട്ടിട്ടുണ്ട്. ചെളിയൊന്നും പിടിക്കൊന്നുമില്ല. എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിന്റെ സാധനമൊക്കെ തെറിച്ച് കഴിഞ്ഞാലൊക്കെ തുടച്ചെടുക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതാക്കണേ, എല്ലായിടത്തും ഈ കളറിന്റെ ടൈലിട്ടിട്ടില്ല കേട്ടോ. മൊത്തത്തിൽ എല്ലായിടത്തും ഇതേ കളർ ടൈലാണ്. ഇവിടെ ഉണ്ട് ഒരു പാതകം. പിന്നെ ഇതാ അടുത്ത ഇവിടെ നമുക്കൊരു എന്താ പറയാ, ഒരു പാത്ര സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും. ഇനി ആലുവാടുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കട്ടോ. എല്ലാ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് പാത്രം കഴുകാനൊക്കെ ഉള്ള സൗകര്യത്തിന് ഇവിടെയാണ് സിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് അടുത്തത് ഇവിടെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂം തന്നെയാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്കിവിടെ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ള റാക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലും റാക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇതിന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് ഉണ്ട്. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്ത് ഇടയ്ക്കുന്ന കാറ്റുള്ളതിനൊക്കെ ഇടയ്ക്കുന്ന പുറത്ത് വന്നിരിക്കണമെങ്കിലോ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിറ്റ് ഔട്ടും കൂടെ ഉണ്ട്. പിന്നെ ചുറ്റുപാട് ഇതാണ്. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ് കേട്ടോ. അടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്കി കാണാനുള്ളത്, ബാക്കി 3 റൂം നമുക്ക് മേലാണുള്ളത് കേട്ടോ. പിന്നെ മേലെ പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊന്നും നോക്കാം. സ്റ്റെയറൊക്കെ കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളി സ്റ്റെയറും കാര്യങ്ങളൊക്കെ. ഏത് പ്രായക്കാർക്കും കയറി വരാൻ പാകത്തെ സ്റ്റെയർ ആണ് കേട്ടോ. വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള സ്റ്റെയർ ആണ്. ഇടയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് ബാക്കി ഇങ്ങോട്ട് കയറാം. ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട് കേട്ടോ. ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് അത്തോട്ട് നല്ലോണം വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്റ്റെയറിന്റെ ഒരു മോഡൽ തന്നെ കണ്ടില്ല നിങ്ങൾ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണേ, ഇവിടെ ഒരു വലിയൊരു ഹാൾ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ഹാൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയാ, കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനോ ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് അല്ലേ. വലിയ ഹാൾ തന്നെയാണ് അല്ലേ. നമുക്കിവിടെ മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത് മേലേക്ക്. അപ്പൊ ഇനി ബാക്കി റൂമുകൾ ഓരോന്നായിട്ട് കാണാട്ടോ. ഇങ്ങോട്ട് വാ, ഇവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത്. റൂമൊക്കെ വലിയ റൂമാ. ഇതൊക്കെ അത്യാവശ്യം വലിയ റൂം തന്നെയല്ലേ. വലിയ കട്ടിലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് തന്നെ ഉണ്ടല്ലോ. മേലൊക്കെ ഫുള്ള് സാധാ താഴത്തെ അതേപോലത്തെ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ്. ജനലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലോണം കാറ്റും വെളിച്ചൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു സൈഡിക്ക് 3 കള്ളി ജനലും ആ സൈഡിക്ക് 2 കള്ളി ജനലും ഉണ്ട്. അത്യാവശ്യം നല്ലോണം വെളിച്ചം കിടക്കുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ബാൽക്കണി വരുന്നത്. ബാൽക്കണീന്റെ ഈ ഒരു സൈഡെല്ലാം ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കാണ് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ കാണാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ തന്നെ നോക്കിയാൽ നിങ്ങൾ ബീച്ചാണ് കാണുന്നത് കേട്ടോ. ഇടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കാറ്റ് കൊണ്ടിരിക്കാനും അല്ലേ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് പോയി കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ ബീച്ചിൽ പോകാം. ഒക്കെ നല്ല എന്താ പറയാ, നല്ലൊരു അന്തരീക്ഷം, സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം തന്നെ.
പിന്നെ നമുക്ക് തെങ്ങുണ്ട് കേട്ടോ. തെങ്ങുകൾ ഏകദേശം ഒരു 10-15ഓളം തെങ്ങുകൾ നമ്മൾക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. തെങ്ങൊക്കെ നല്ലോണം കായ്ക്കണ തെങ്ങാണ് കേട്ടോ. വീട്ടിലാവശ്യത്തിനൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഒന്ന് കണ്ടില്ല നിങ്ങള്? വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി നമുക്ക് ബാക്കി റൂമുകൾ കാണിച്ചു തരാം കേട്ടോ. ബാക്കി അടുത്ത നമ്മളെ 4ാമത്തെ റൂം ഇതാക്കണ് ആ ഒരു ഭാഗത്താണുള്ളത്. 4ാമത്തെ 5ാമത്തെ 4ാമത്തെ 5ാമത്തെ ഇതാ ഇവിടെയാണ് ഒരു റൂം ഉള്ളത്. ഇതാണ് 4ാമത്തെ റൂം. വലിയ റൂം. എല്ലാ റൂമും ഒരേപോലെ നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ്. വലിയ കട്ടിലാണ് ഇപ്പൊ നിലവിൽ ഇതിനകത്തിട്ടുള്ള. ഇനിയിപ്പോ ഒരു അലമാര ഇട്ട് കഴിഞ്ഞാൽ എന്നാലും നല്ല സ്ഥലം ഉണ്ടാവും കേട്ടോ. വയറിങ്, പ്ലംബിങ് എല്ലാ വർക്കും കഴിഞ്ഞതാണ്. മൊത്തം പണിയും കഴിഞ്ഞിട്ടുള്ളതാണ് വീടിന്റെ. എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ്. പുതുപുത്തൻ വീട്. ഇനി ഇങ്ങോട്ട് വരും അടുത്ത റൂം കാണിച്ചാൽ അതിന് മുന്നേ ഇതാക്കണം. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമും വലിയ ബാത്റൂം തന്നെയാണ്. പിന്നെ നമുക്ക് 5ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്താണല്ലോ. ഇങ്ങോട്ടും എല്ലാ റൂമും വലിയ റൂം തന്നെ കേട്ടോ. സെയിം ഒക്കെ ഒരേപോലെ വലിയ വലിയ റൂമുകളാണ്. 3 കള്ളി ജനൽ ഇങ്ങോട്ടുണ്ട്. ആ സൈഡിലേക്ക് 2 കള്ളി ജനലുണ്ട്. ഒരു കട്ടിൽ, ഒരു വലിയൊരു കട്ടിലും വലിയൊരു അലമാരയും ഉണ്ട്. എന്നാലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂമിന്. കണ്ടില്ലേ? റൂഫൊക്കെ കണ്ടില്ല ഞങ്ങൾ? ഫുള്ള് ക്ലീൻ ആയി കിടക്കുകയാണ്, നല്ല നീറ്റായിട്ട്. അപ്പൊ നമ്മളെ വീടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കണ്ടില്ല ഞങ്ങള്? എല്ലാം നല്ല സൗകര്യമുള്ള ഇതാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഈ ഹാളിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. തുണിയെല്ലാം വിരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ല രീതിക്ക് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരെ കണ്ടില്ലേ? ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ കളർ ടൈലല്ലേ? ഇത് വേറെ കളറാണ്. ഈ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തുണിയൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യം ഒക്കെ ചെയ്യാം അല്ലേ? ഈ സൈഡ് വേണമെങ്കിൽ മൊത്തം ഗ്രില്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തുണി നാട് പാറി ചാടൊന്നുമില്ല. റൂമാക്കാം അല്ലേ? ഇനി കുട്ടികൾക്ക് എന്തേലും ക്യാരംസ് കളിക്കാനോ അങ്ങനെ എന്തേലും പ്ലേ റൂമോ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമോ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് ഇത് കേട്ടോ. ഫുള്ള് ഡ്രസ് വർക്കൊക്കെ ചെയ്താണ്ട്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാം. പിന്നെന്താ വെച്ചാൽ നമുക്ക് തീരദേശ ഹൈവേ എപ്പോൾ അടുത്ത് പാസ്സായി കിടക്കാണ്. പണി വർക്ക് കാര്യങ്ങളൊക്കെ എപ്പോൾ അടുത്ത് തുടങ്ങും. അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കറ്റ് കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ബീച്ച് കാണാനും അങ്ങനെയൊക്കെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയാ കാഴ്ചക്കാരൊക്കെ ഒരുപാട് കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നല്ലൊരു ഏരിയ ആണ്. വന്ന് കണ്ട് ഞങ്ങൾ എന്തായാലും എടുക്കാതെ പോകില്ല കേട്ടോ. വീടിന്റെ പണിയൊന്നും ബാക്കിയില്ല. പൈസ കൊടുക്കാനുള്ള ചട്ടിയും കൊടുക്കുക, ബാത്റൂം കഴിഞ്ഞിട്ട് പോരാ, നേരെ താമസം തുടങ്ങുക. വേറെ ഒരു പരിപാടി വീട്ടിൽ ബാക്കിയില്ല കേട്ടോ. ബീച്ചിനോട് ചേർന്ന് സ്ഥലങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നൊരു പ്ലോട്ട് തന്നെയാണ് അല്ലേ? അതെ. താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം പടപടാറിന് വിളിച്ചോളിട്ടോ. അതേമാതിരി എപ്പോഴും നമുക്ക് കിട്ടൂല. അത് ഇങ്ങനത്തെ ബീച്ചിനോട് ചേർന്നുള്ള നമുക്ക് ഈ ഒരു പ്ലോട്ട് കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററും മഞ്ചേശ്വരത്തിന് പോകാൻ ഏകദേശം 15 കിലോമീറ്റർ ഉള്ള. പിന്നെ മംഗലാപുരം പോകണമെന്നുണ്ടെങ്കിൽ ഒരു 44 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പുറത്തെ കാര്യങ്ങളും കാണിച്ചു കൊടുക്കാം അല്ലെ? വീടിന്റെ പുറത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. പോയി നോക്കാം. അപ്പൊ നമ്മൾ പുറത്തോട്ട് വരുമ്പോഴാക്കണ മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ല ഞങ്ങള്? ഫുള്ള് പറമ്പിന്റെ ചുറ്റുഭാഗം ഇതേപോലെ സൈഡ് വഴിയെല്ലാം ഫുള്ള് തെങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-15ഓളം തെങ്ങുണ്ട്. നല്ല കായ്ക്കണ തെങ്ങ് കണ്ടില്ല ഞങ്ങൾ? അതിമേലൊക്കെ നല്ല കായ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാണെങ്കിൽ നല്ല കായ പിടിച്ച തെങ്ങ്. വീട്ടിലൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് പറമ്പില് വെള്ളത്തിന്റെ ആവശ്യത്തിന് ഇതാക്കണ കുടിക്കാനും ഒക്കെ വെള്ളത്തിന്റെ ആവശ്യത്തിന് ബോർവെല്ലാണുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. കണ്ടില്ലേ? ബോർവെല്ലാണെങ്കിലും വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പറമ്പിന്റെ ഇപ്പൊ നമ്മള് വീടിന്റെ ബാക്ക് സൈഡിലാണല്ലോ കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സൈഡ് വഴി എല്ലാം ഫുള്ള് പച്ചക്കറികളോ ചെടികളോ അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ പറ്റും. ഇഷ്ടംപോലെ മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിലും മൊത്തത്തില്. ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും ഉണ്ട്. കപ്പയോ ചേനയോ ചേമ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാം. പച്ചക്കറി സാധനങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ നടാന്. പിന്നെ നമുക്ക് അത് കുളിമുറിയിലോട്ടുള്ള വെള്ളം, കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാനുള്ള അതിന്റെ അടുപ്പാണ് കേട്ടോ. അതിനകത്ത് വലിയ കലെല്ലാം വെച്ചിട്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സൈഡിലോട്ടൊക്കെ സ്പേസ് ഉണ്ട്. കണ്ടില്ലേ? ഇവിടെ കപ്പളങ്ങിയ സംഭവങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് ഒക്കെ ഉണ്ടല്ലേ? പച്ചക്കറിയെല്ലാം നട്ടുപിടിപ്പിച്ച വെണ്ടയ്ക്കെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചേമ്പെല്ലാം ഉണ്ട്. അതുപോലെ കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ നടാനുള്ള അത്രയും സ്പേസും കാര്യങ്ങളും നമുക്ക് സൈഡ് വഴി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി അടുത്ത് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കുമ്പളയിലോ അല്ലെങ്കിൽ ഉപ്പളയിലൊക്കെ 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ. അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ വീടും സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്ന അത്യാവശ്യം നല്ലൊരു കിടിലൻ സ്ഥലം തന്നെയാണ്. നല്ലൊരു സ്ഥലം അല്ലേ?
അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. കുമ്പളയെന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററും. അപ്പൊ ഈ ഒരു സ്ഥലത്തിന് മൊത്തം ഈ ഒരു സ്ഥലത്തിന് 10 സെന്റ് സ്ഥലം ഈ ഒരു വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മളെ ഈ ഒരു ഏരിയയിലോ കാസർഗോഡ് ജില്ലയിലോ എവിടെയെങ്കിലൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്ക് ഉപകാരപ്പെടുകയൊക്കെ ചെയ്യൂലേ. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.